ഞാൻ ഈ ഫ്രൂട്ട്സ് കേക്കിൻ്റെ വീഡിയോ ഇട്ട സമയത്തെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ എന്തൊക്കെ ഫ്രൂട്ട്സാണ് ആഡ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ടോ, ചാനലിൽ റെസിപ്പി വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടോ, ഇതെങ്ങനെ ചെയ്യുക, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് നമുക്ക് മെസ്സേജ് ഇട്ടിരുന്നുണ്ട് ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ വേറൊരു കേക്ക് ഉണ്ടാക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന്. പിന്നെ തോന്നി അതിനിപ്പം നമുക്ക് എക്സ്ട്രാ ചിലവല്ലേ, പിന്നെ അത് മാത്രമല്ല അത് മുഴുവൻ ഞാൻ തന്നെ ആയിരിക്കുള്ളൂ ഇവിടെ കഴിക്കുക. ഇവർക്കൊക്കെ കുറച്ചേ കിട്ടുള്ളൂ, ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ തന്നെ കുറേ ഒന്ന് കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് ആ പണി ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചെയ്ത വീഡിയോ തന്നെ എടുത്ത് എഡിറ്റ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. പിന്നെ സ്പഞ്ചിൻ്റെ നമ്മളിതിൽ കാണിക്കുന്നില്ല. സ്പഞ്ച് ചെയ്യണമെന്നൊന്നും ഞാൻ സത്യത്തിൽ അന്ന് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ വെറുതെ ഷോർട്സിന് വേണ്ടി എടുത്ത വീഡിയോ അല്ലേ. അപ്പോൾ സ്പഞ്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. കുറേ താഴേക്ക് പോവണ്ട. നമ്മൾ എന്താ പറയുക ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ റെസിപ്പി വീഡിയോ ആയിട്ട് ചെയ്തതിലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കേക്കിൻ്റെ വീഡിയോ കിടക്കുന്നുണ്ട്. അതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും റെസിപ്പിയൊക്കെ. അപ്പോൾ സ്പഞ്ചിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ പാൽപ്പൊടി ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ, നല്ല വൈറ്റായിട്ട് കിട്ടാത്തത്. പിന്നെ ഈ ക്രീമിൽ ഞാൻ കുറച്ച് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് കേട്ടോ നമ്മൾ ക്രം കോട്ട് വരെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 1:1 എടുത്തിട്ടുള്ളത്. 1:1 എന്ന് പറഞ്ഞാലും ചോക്ലേറ്റ് കുറച്ച് കൂടുതൽ എടുക്കാറുണ്ട്. 2:1 ആക്കില്ല, 1:1 ഒന്നും പറയാൻ പറ്റില്ല, രണ്ടിൻ്റെ ഇടയിലുള്ള ഒരളവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയും കറക്റ്റായിട്ടുള്ള അളവ് നമ്മുടെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. ഗനാഷിൻ്റെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഡ്രിപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് നിൽക്കാനുള്ളതും അതിൻ്റെയൊക്കെ സീക്രട്ടൊക്കെ നമ്മൾ കറക്റ്റ് അളവ് അടക്കം പറഞ്ഞിട്ടൊക്കെയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കി ചെയ്താൽ മതി. വേറെ ഒന്നുമില്ല, നമ്മളൊരു പൊടിക്ക് ചോക്ലേറ്റ് കൂടുതൽ എടുത്തിട്ടാണ് ചെയ്യാറ്. പിന്നെ നമ്മൾ ഗനാഷ് അധികം തിക്കാവണേക്കാളും മുന്നേ കേക്കിൽ കൊടുക്കുന്നത്. കുറച്ചും കൂടെ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒക്കെ തിക്കാവും, നിങ്ങൾക്കറിയാലോ. അപ്പോൾ നമ്മൾ ക്രീം ഇതുപോലെ കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഫില്ലിങ് കൊടുക്കണതല്ലേ. അപ്പോൾ സൈഡിൽ ഇങ്ങനെ ഡാമേജ് ആവാണ്ടിരിക്കാനും കേക്ക് നല്ലതിൽ ഇരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ സൈഡിൽ കുറച്ചൊന്ന് ക്രീം ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഫില്ലിങ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗനാഷൊക്കെ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഫ്രൂട്ട്സുകൾ ഇട്ട് കൊടുത്തു. അപ്പോൾ ആ ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞുതരാം. ഞാൻ ആദ്യം സ്ട്രോബെറി, പിന്നെ പൈനാപ്പിൾ, കിവി, പിന്നെ അനാറ്, വാട്ടർമെലൺ, മാംഗോ, പിന്നെ ചിക്കു, അങ്ങനെ പിന്നെ അത്രയും തന്നെ ഫ്രൂട്ട്സുകളുണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പൈനാപ്പിൾ കുക്ക് ചെയ്തിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ വെറുതെ ഇങ്ങനെ പച്ചയ്ക്ക് കടിച്ച് നോക്കിയപ്പോൾ ചെറിയ ചൊറിച്ചൽ പോലെ തോന്നിയപ്പോൾ ഞാനത് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ പൈനാപ്പിൾ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തു. എന്നിട്ട് അതങ്ങനെ വേറെ മാറ്റി വെച്ചു. അതുപോലെ സ്ട്രോബെറിയും പിന്നെ കിവിയൊക്കെ നല്ല പുളി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതുപോലെ സിറപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം. എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് എല്ലാ ഫ്രൂട്ടും കൂടെ ഒന്നിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൽ നമ്മൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ ഫ്രൂട്ടിലും കൂടെ. അങ്ങനെയാണ് ഫില്ലിങ് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും ഫ്രൂട്ട്സാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മാംഗോ കിട്ടിയപ്പോൾ എനിക്ക് അത്ര നല്ല ഇതായിട്ടല്ല കിട്ടിയത്, കാരണം ഇപ്പോൾ അതിൻ്റെ വല്ലാണ്ടുള്ള സീസൺ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര നല്ല മധുരമുള്ള മാങ്ങ അങ്ങനെയൊന്നും കിട്ടിയൊന്നുമില്ല കേട്ടോ. കിട്ടിയ മാങ്ങ എടുത്തിട്ട് അങ്ങനെ ചെയ്തു. പിന്നെ ഭയങ്കര നാരുള്ള മാങ്ങ അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കാം ഫ്രൂട്ട്സ് കേക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അത്രയും ഫ്രൂട്ട്സാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഫില്ലിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടി ഗനാഷൊക്കെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഫില്ലിങ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സിറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പാലിൽ നമുക്കിപ്പോൾ 1 കപ്പ് പാലെടുക്കുകയാണെങ്കിൽ അതിനൊരു 1/4 കപ്പോളം മിൽക്ക് മെയ്ഡ് എടുക്കാം. ഞാൻ അത്രയും എടുത്തിട്ടില്ല, ഒരു 3.5 ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ഫ്രൂട്ട്സ് കേക്ക്. ഭയങ്കര നല്ല ഫീഡ്ബാക്കായിരുന്നു കൊണ്ടുപോയിട്ട്. അപ്പോൾ ഇവിടെ വേറൊരു കഷ്ണം കേക്ക് ഉണ്ടായിരുന്നു, വാനില കേക്ക് അടിച്ചിട്ട്. അപ്പോൾ അതിൽ ഞാൻ ഇതുപോലെ ബാക്കി ഉണ്ടായിരുന്ന ഫ്രൂട്ട്സും പാലൊക്കെ വെച്ചിട്ട് ഞാനും ഇവിടെ ചെയ്ത് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ രണ്ടാമത് ഇതിൻ്റെ വീഡിയോ എടുക്കാണ്ടിരുന്നത്. ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ റെസിപ്പി ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് ഞാൻ തന്നെ കഴിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.